ജീവനക്കാരുടെ ചേതനയേറ്റ ശരീരങ്ങൾ എത്തിയപ്പോൾ NBTC ഉടമ KG എബ്രഹാം ബിലിവേഴ്സ് ഹോസ്പിറ്റലിൽ ഒളിവിൽ. തന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന ലേബർ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി 50 പേർ ദാരുണമായി മരിക്കുകയും 25ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ആകുമോ എന്നറിയാതെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ മുങ്ങിത്താഴുമ്പോൾ സ്വന്തം നാട്ടുകാരായ 25 പേരുടെ ചേതനയേറ്റ മൃതദേഹങ്ങളുമായി ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെർക്കുലിസ് വിമാനം കൊച്ചിയിൽ പറന്നിറങ്ങുമ്പോൾ കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ആ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ കാത്തു നിൽക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖം പോലും കാണാനാവാതെ ഉറ്റവർ മൃതദേഹം നിക്ഷേപിച്ച ബോക്സിൽ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് തലതല്ലിക്കരയുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിർവികാരനായ ഒരാൾ തിരുവല്ല ബിലിവേഴ്സ് ആശുപത്രിയുടെ പ്രൈവറ്റ് VIP റൂമിൽ, കൃത്യമായി പറഞ്ഞാൽ 3rd പ്രൈവറ്റ് എയിൽ ബെഡ് നമ്പർ 9-ൽ TV-യിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മറ്റാരുമല്ല, KG എബ്രഹാം, NBTC കമ്പനിയുടെ ഉടമ KG എബ്രഹാം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 4 മണിക്ക് തെക്കൻ കുവൈത്തിൽ അഹമ്മദി ഗവർണറേറ്റിലെ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ 50ലധികം പേർ മരണമടഞ്ഞത് KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിലെ തൊഴിലാളികളായിരുന്നു. കുവൈത്ത് ദുരന്തമുണ്ടായപ്പോൾ മലയാളി വ്യവസായിയുടെ ജീവനക്കാർ താമസിച്ചിരുന്ന ലേബർ ക്യാമ്പിൽ നിന്ന് മാത്രമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ആ വ്യവസായി ആരായിരുന്നുവെന്ന് വ്യക്തമായി ആദ്യം കൊടുത്തത് ITV ന്യൂസ് ആയിരുന്നു. തീപിടുത്തമുണ്ടായത് പ്രമുഖ മലയാളി വ്യവസായിയും NBTC ഗ്രൂപ്പിൻ്റെയും കേരളം കേന്ദ്രമായ KGA ഗ്രൂപ്പിൻ്റെയും മാനേജിംഗ് ഡയറക്ടറായ KG എബ്രഹാമിൻ്റെ ഉടമസ്ഥതയിലുള്ള മംഗഫിൽ NBTC കമ്പനിയുടെ 4-ാം നമ്പർ ലേബർ ക്യാമ്പിലെ 6 നിലയുള്ള അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. KG എബ്രഹാമിൻ്റെ NBTC കൺസ്ട്രക്ഷൻ കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ച ഫ്ളാറ്റായിരുന്നു അത്. ദുരന്തത്തിൽ ഇതുവരെ 50 പേർ മരിച്ചു. അവരിൽ 25ലധികം പേർ മലയാളികളാണ്. തൊഴിലാളികൾ തിങ്ങിപ്പാർത്തിരുന്ന ഈ ലേബർ ക്യാമ്പിൽ ഭക്ഷണം പാകം ചെയ്യുവാൻ അനുമതിയില്ലായിരുന്നു. തീപിടുത്തത്തിന് കാരണം സെക്യൂരിറ്റി റൂമിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാണെന്നും താഴത്തെ നിലയിൽ കൂട്ടിവെച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾക്ക് തീപടർന്നത് തീപിടുത്തത്തിൻ്റെ വ്യാപ്തി കൂട്ടിയെന്നും ഫ്ളാറ്റിലെ മുറികൾ വേർതിരിക്കുവാൻ ചട്ടവിരുദ്ധമായി ഉപയോഗിച്ച പാർട്ടീഷൻ മെറ്റീരിയൽ കത്തിയപ്പോൾ ഉയർന്ന കടുത്ത പുക ശ്വസിച്ചാണ് ഏറെയും പേർ മരിച്ചതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിയമങ്ങൾ വളരെ ശക്തവും കർക്കശവുമായ കുവൈത്തിൽ തുടർന്നു നിന്നാൽ അറസ്റ്റിലാകും എന്ന് ഭയന്നാണ് KG എബ്രഹാം അപകടം സംഭവിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രാജ്യം വിട്ടത്. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ ജന്മനാടായ തിരുവല്ലയിൽ രഹസ്യമായി എത്തി. അവിടെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയുടെ സംവിധായകന്റെ സഹായത്തോടെ തിരുവല്ല ബിലിവേഴ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാനുള്ള അവസരമൊരുക്കി. വിവാദങ്ങളിലെ നായകൻ പന്തപ്പള്ളി പാതിരി തന്നെയാണ് ഇതിനും വേണ്ട ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ ഒരുക്കിക്കൊടുത്തത്. KG എബ്രഹാമിൻ്റെ കാർ ആരും കാണാതിരിക്കുവാൻ VIP പാർക്കിങ്ങിൽ കൊണ്ടുപോയിട്ടു. അവിടെ സാധാരണ ആളുകൾക്ക് പ്രവേശനമില്ല. ഇവിടെ നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് ED റെയ്ഡ് നടന്നപ്പോൾ കോടികൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. KG എബ്രഹാം ബിലിവേഴ്സ് മെഡിക്കൽ കോളേജിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്ഥിരീകരിക്കുവാൻ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി കേൾക്കുക. മാധ്യമപ്രവർത്തകൻ, പ്രത്യേകിച്ച് ITV ന്യൂസ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ വിവരം കിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫാണെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ വിളിച്ചത്. നമസ്കാരം, വെൽക്കം ടു ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സ്വാഗതം. ഫോർ ഇംഗ്ലീഷ് പ്രസ് 1, മലയാളത്തിനായി 2 അമർത്തുക. ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റുകൾക്കായി 1 അമർത്തുക. ഹെൽത്ത് പാക്കേജുകളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് 2 അമർത്തുക. നമസ്കാരം, ബിലിവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. KG സാറിന് റൂമിലോട്ട് ഒന്ന് കണക്ട് ചെയ്യൂ. KG എബ്രഹാം എവിടെയാണ് സർ? KG എബ്രഹാം ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ റൂമിലോട്ട് ഒന്ന് കണക്ട് ചെയ്തേ. സാർ ഇതാരെ വിളിക്കുന്നത്? എവിടുന്ന് വിളിക്കുന്നത്? ജോസഫ് ആണ്. അവിടുത്തെ സ്റ്റാഫ് ആണോ? അതെ അതെ അതെ. ഏത് ഫ്ലോറിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്? 6. ഹോൾഡ് ചെയ്യണം, നോക്കട്ടെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. ഹലോ, ഹലോ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യാനായിട്ടായിരുന്നു, പേഴ്സണൽ ആയിരുന്നു. അത് പെട്ടെന്ന് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല വിളിച്ചു കഴിഞ്ഞാൽ. അല്ല, അവിടെ നോക്കുന്ന സ്റ്റാഫ് ഇപ്പൊ അവിടെ അവൈലബിൾ അല്ല. സാറിനെ നോക്കുന്ന KG എബ്രഹാം എന്ന് പറയുന്ന ആളെ നോക്കുന്ന നഴ്സിംഗ് സ്റ്റാഫ് ഇപ്പൊ അവിടെ ഇല്ല. അവരുമായിട്ട് സംസാരിച്ചാലേ നമുക്ക് ഡീറ്റെയിൽ അറിയത്തുള്ളൂ. ഒരു 10 മിനിറ്റ് വിളിച്ചു കഴിഞ്ഞു ക്യാനിൽ ഇടാൻ പോയിരിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാലേ അവിടെ കിട്ടത്തുള്ളൂ. കാരണം അത്രത്തോളം
അത് ഇപ്പൊ നിങ്ങളുടെ എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറയുന്നത്. നമുക്ക് ആ സ്റ്റാഫ് ഇല്ലാതെ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒന്നുകൂടെ ചോദിച്ചു നോക്കട്ടെ, ഹോൾഡ് ചെയ്യണേ. ഒന്നുകൂടെ എന്തെങ്കിലും വഴി ഉണ്ടാക്കി. ഇത് വിളിക്കുന്ന ആരായിരുന്നു? ജോസഫ്. പുള്ളിക്കാരൻ അറിയാം, പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. കണക്ട് ചെയ്താ ജസ്റ്റ് ഒന്ന്. അല്ല, അവിടെ റൂമിൽ നമുക്ക് ഫോണില്ല സർ. അവിടുത്തെ നഴ്സിംഗ് സ്റ്റേഷനിലോട്ടോ നമ്മൾ കോള് കണക്ട് ചെയ്യുന്നേ. പേഷ്യന്റിന് നേരത്തെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഇതില്ല, ഫോണില്ല. നമ്മൾ അവര് നോക്കുന്ന നഴ്സിംഗ് ഉണ്ടല്ലോ, അവരുടെ സ്റ്റേഷനിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിന് എത്രാമത്തെ റൂമോ? തേർഡ് പ്രൈവറ്റ് എയിലാണ് കിടക്കുന്നത്. ഓക്കെ, ഒന്ന് വേഗം കണക്ട് ചെയ്യും. ഞാൻ ഇപ്പൊ വിളിച്ച് പറയാം. അങ്ങോട്ട് വരാൻ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമുക്ക് വിസിറ്റിംഗ് അല്ലാത്തോണ്ട് കേറാൻ പറ്റത്തില്ല, അല്ലെ PR-യുടെ പെർമിഷൻ വേണം കേറാന്. അല്ല, സംഭവം വേറെ ഒന്നുമല്ല. ഇനിയിപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവിടെ ഒരാളെ വിടാം, ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടേ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ചോദിച്ചു നോക്കട്ടെ. നമുക്ക് റൂം നമ്പർ പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള വേറൊരാളുണ്ട്, പുള്ളിക്കാരൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. ഇപ്പൊ സാർ വരാനാണെങ്കിൽ റൂം തേർഡ് പ്രൈവറ്റ് എ എന്ന് പറഞ്ഞാൽ മതി. ബെഡ് നമ്പർ 9. ബെഡ് നമ്പർ 9 തേർഡ് പ്രൈവറ്റ് എ അല്ലേ? ഓക്കെ. തേർഡ് പ്രൈവറ്റ് KG എബ്രഹാം. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യും, ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒന്ന് ഉണ്ടാക്കും. ഞാൻ ചോദിച്ചു നോക്കാം. കാര്യം ഇപ്പൊ അവരുടെ സ്റ്റാഫ് ഇല്ലാതെ അവർ കോൾ അവിടോട്ട് കണക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒന്നുകൂടെ ചോദിച്ചു നോക്കട്ടെ, ഹോൾഡ് ചെയ്യണേ. ഒന്ന് ചോദിച്ചേ. ഹലോ. ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? ഹലോ, ഇത് തേർഡ് പ്രൈവറ്റ് വിളിച്ചതല്ലേ വിളിച്ചത്? അതെ. അപ്പം KG എബ്രഹാം സാറിന്റെ റൂമിലോട്ടൊന്ന് കണക്ട് ചെയ്യാമോ? എന്തോ ഒരു പേഴ്സണൽ ആയിട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കാനാണ്. KG സാറിന്റെ റൂമിലോട്ടൊന്ന് കണക്ട് ചെയ്യൂ. PG എബ്രഹാമിനല്ലേ? അതെ. പേഷ്യന്റ് ഇവിടെ ഇല്ലല്ലോ. ഇല്ല, പേഷ്യന്റ് ഇന്നലെ വീട്ടിൽ പോയതാ. വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഇത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിരുന്നു. നമുക്ക് ഇന്ന് അവിടെ പുള്ളിക്കാരൻ ഉണ്ടെന്ന് ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരനെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഹലോ, പേഷ്യന്റ് ഇവിടെ ഇല്ല, നമുക്ക് എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും? ഞാൻ അവിടെ ഉണ്ടാണ് വിളിച്ചത്, കാരണം പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പുള്ളിക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മെസ്സേജ് അങ്ങ് പാസ് ചെയ്യുക. മീഡിയ അറിഞ്ഞിട്ടുണ്ട്, അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പുള്ളിക്കാരൻ അവിടെ ഉള്ള വിഷയം, അപ്പൊ അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ITV ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ജോസഫ് എന്നാണ് പേരില്ല. പുള്ളിക്കാരൻ ഇപ്പൊ അവിടെ ഉണ്ടോ? അടുത്തുണ്ടോ? കേട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞു ഇനി മനസ്സിലാക്കാൻ എനിക്കറിയില്ല. പേഷ്യന്റ് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. പേഷ്യന്റ് ഇന്നലെ വീട്ടിൽ പോയതാ, ഞങ്ങൾക്ക് ഇവിടെ പേഷ്യന്റ് ഇല്ല. എപ്പോഴാ പോയവര്? ഹലോ, ഞാൻ ആ പേഷ്യന്റ് നോക്കാൻ സ്റ്റാഫ് നോക്കാം. ഹലോ 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 ഹലോ, KG എബ്രഹാമിന്റെ ആയിരിക്കും. ഹലോ, KG എബ്രഹാം ഡിസ്ചാർജ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഇല്ല പേഷ്യന്റ്. അവര് ഒരു 6:15 ആയപ്പോഴാണ് പോയിട്ടുള്ളത് കേട്ടോ. ഇതാരായിരുന്നു? കേട്ടില്ല, സോറി. ഹലോ, വണ്ടി അവിടെ ഉണ്ടോ പുള്ളിക്കാരന്റെ? കേട്ടില്ല. പുള്ളിക്കാരന്റെ വണ്ടി അവിടെ ഉണ്ടല്ലോ, പിന്നെ പുള്ളിക്കാരൻ എപ്പോഴാ പോയത്? ഇതാരാ വിളിക്കുന്നേ?
എന്റെ പേര് ജോസഫ് എന്നാണ്. പുള്ളിക്കാരൻ അറിയാം. പുള്ളിക്കാരൻ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഞാൻ കാര്യം പറഞ്ഞോളാം. കാരണം അർജന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എബ്രഹാമിന്റെ ആരാണ്? സ്റ്റാഫാണ്. പുള്ളിക്കാരൻ അറിയാം ഇൻഫർമേഷൻ. പക്ഷേ KG എബ്രഹാം ഇപ്പൊ ഇവിടെ ഇല്ല ബ്രദറെ. ഞങ്ങൾക്ക് പേഷ്യന്റ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. വണ്ടി ഇവിടെ ഉണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വാർഡിൽ ഇരിക്കുന്നവരാണ്. ഞങ്ങൾക്ക് പാർക്കിങ്ങിലെ കാര്യം അറിയത്തില്ല. പേഷ്യന്റ് ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. ചേട്ടാ, ഞാൻ ഈ നൈറ്റ് സ്റ്റാഫ് ആണ്. ഞാൻ എടുത്തിട്ടില്ല പേഷ്യന്റ്. ഞാൻ ഒരു 3 ദിവസമായിട്ട് ലീവ് കഴിഞ്ഞിട്ട് വന്ന ആളാണ്. എനിക്ക് പേഷ്യന്റെ കണ്ടീഷൻ അറിയത്തില്ല. പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫയലൊക്കെ പോയേക്കുന്നതാണേ, അറിയത്തില്ല കേട്ടോ. KG എബ്രഹാമിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഈ ദുരന്തം താങ്കൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. എങ്കിലും ഈ ദുരന്തത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നിൽ വന്നു നിന്ന് അങ്ങ് ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കണം. അത് താങ്കളുടെ ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാർക്കും ഇടപാടുകാർക്കും ആശ്വാസവും ആത്മവിശ്വാസവും പകരും. അത് താങ്കളുടെ പ്രസ്ഥാനത്തെ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്യും. ഓർക്കുക, ഈ പ്രതിസന്ധികളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ മാറും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.